നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഇറങ്ങി പൊടി. എടി പോകാൻ. വേണ്ട, അമ്മ എന്നെ ആട്ടി പുറത്താക്കണമെന്നില്ല. ഞാൻ പൊയ്ക്കോളാം. ഞാൻ പൊയ്ക്കോളാം. പല്ലവി, നീ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട. പല്ലവി, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ മോനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണ് നീ കള്ളം പറഞ്ഞ് അവന് വിവാഹം കഴിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നീ കരയാതിരിക്കെ. പല്ലവി, മോളെ, നീ നടത്തിയ കള്ളത്തരം ഞാൻ എങ്ങനെ അറിഞ്ഞുവെന്നായിരിക്കും. ദർശന ഡോക്ടറാണോ പറഞ്ഞത്? ഏയ്, പിന്നെ പിന്നെ ആരാ ഇത് അമ്മയോട് പറഞ്ഞത്? വിപിൻ സാറാണോ? വിപിനും അല്ല. പിന്നെ പിന്നെ ആർക്കാ നീ നടത്തിയ നാടകം അറിയുന്നത്? പല്ലവി, നിന്റെ ചേച്ചി. ചേച്ചിയാണോ ഇത് പറഞ്ഞത്? അതെ, അവള് തന്നെയാ ഇതെന്നോട് പറഞ്ഞത്. നിന്റെ ചേച്ചി പറഞ്ഞത് സത്യമാണോന്നറിയാൻ വേണ്ടിയാ ഞാൻ നിന്നെ വരട്ടിയത്. അല്ലാതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പല്ലവി. നീ എന്നും എന്റെ മോന്റെ ഭാര്യ തന്നെയാ. എന്റെ മരുമകൾ. പല്ലവി, എന്നാലും നിന്റെ ചേച്ചി കൊള്ളാലോ. അവളാള് ബഹുമിടിക്കുക. എല്ലാ സഹോദരിമാരും അവരുടെ കൂടപ്പിറപ്പ് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ കരുതൂ. പക്ഷെ പാർവതിക്ക് ആ ചിന്തയേ ഇല്ലല്ലോ. അവൾക്ക് അവളുടെ ഈ അനിയത്തി തൊലഞ്ഞു പോണെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അത്രയ്ക്ക് വിരോധാ മോളെ നിന്നോട് നിന്റെ ചേച്ചിക്കുള്ളത്. അതുകൊണ്ടാ ബുദ്ധിപൂർവം നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നീ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കള്ളത്തരം അവൾ എന്റെ ചെവിയിൽ ഓതി തന്നത്. നീ എന്റെ മരുമകളായില്ലേ? ആ സ്ഥിതിക്ക് നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം നിന്നെ ഞാൻ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ പല്ലവി. അത് നീ അറിയണം പല്ലവി. നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം കാരണം നിന്റെയും വിപിന്റെയും ജീവിതത്തില് എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നുള്ള ഭയപ്പാടില്ല ഞാനിപ്പോ. അവളെ എനിക്കൊന്ന് കാണണം. എനിക്കിട്ട പാര പണിയുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല മോളെ. ആന്റി, അല്ല ആന്റി, ഞാനും ആന്റി ചേർന്ന് തീരുമാനിച്ച പ്ലാൻ അല്ലല്ലോ ഇപ്പൊ ഇവിടെ നടന്നതൊന്നും. എന്താ ഇങ്ങനൊരു ചേഞ്ച്? അതിന് കാരണമുണ്ട് ജാസ്മിൻ. വിശാലിനോട് നേരിട്ട് പല്ലവി നടത്തിയ കള്ളത്തരത്തെ കുറിച്ച് പറഞ്ഞ ചിലപ്പോ അത് ഏൽക്കില്ല. അവനൊരു ലോല ഹൃദയന. പല്ലവി ചെയ്ത കള്ളത്തരം
പാർവതി മറച്ചു പിടിച്ചത് അനിയത്തിയോടുള്ള അതിര് കടന്ന സ്നേഹം കൊണ്ടും അവളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണെന്നും അവൻ കരുതും. അവനത് കണക്കിലെടുത്ത് പാർവതിയോട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ചാൽ പല്ലവി ഇവിടുത്തെ മരുമകളായിട്ട് തന്നെ തുടരും. പിന്നെ നമുക്ക് പല്ലവി ഒന്നും ചെയ്യാനാവില്ല. നമുക്കിപ്പ വേണ്ടത് അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള തമ്മിൽ തല്ലാണ്. അതിനുള്ള വിഷം പല്ലവിക്ക് ഞാൻ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി ചേച്ചിയും അനിയത്തിയും തമ്മില് അടിച്ചോളും. അടിമോക്കുമ്പോ നമുക്ക് അവരെ രണ്ടുപേരെയും ഇവിടെ നിന്ന് ഓടിക്കാം. പാർവതി, പാറു, വരുന്നു. എന്താ സർ, എന്തിനാ വിളിച്ചേ? എന്താണ്? ഇത് തനിക്കൊരു സമ്മാനോ? സമ്മാനോ? എന്ത് സമ്മാനം? എന്താ ഇതിന്റെ ഉള്ളില്? താനെ ഇതൊന്ന് തുറന്നു നോക്ക്. ഇഷ്ടായോ? ഇഷ്ടായി. എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് വിഷം തന്നത് അവളാ, പ്രഭാവതി. മോനെ, അവള് നിന്നെയും ഒരു ദിവസം കൊല്ലും. എന്താ പാർവതി, എന്തു പറ്റി? അല്ല, എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ല. എനിക്ക് പെട്ടെന്ന് അമ്മയെക്കുറിച്ചും ആ വീടിനെ കുറിച്ചൊക്കെ ഓർമ്മ വന്നു. വിശാൽ, എന്താ അമ്മേ? നീങ്ങ വന്നേ. നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ദാ വരുന്നു. താനും പാടും. എന്താ അത്യാവശ്യ കാര്യമൊന്ന് അറിയാലോ. ബാ. ബിപിൻ, പല്ലവി, എല്ലാവരും ഒന്നിങ്ങോട്ട് വന്നേ. എന്താമ്മേ, എന്തിനാ വിളിച്ചത്? വിശാലും കൂടി വരട്ടെ, എന്നിട്ട് പറയാം. എന്താ അമ്മേ, എന്താ കാര്യം? എല്ലാവരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിനാ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത്. മോനെ, അതിനു മുമ്പ് നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. എന്താ മോനെ, നീ തയ്യാറല്ലേ? അമ്മ പറയണം.
മോനെ, ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കരുത്. പാർവതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അവളെ ശകാരിക്കരുത് മോനെ. അമ്മേ, അമ്മ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് വ്യക്തമായി, അമ്മ പറയാൻ പോകുന്നത് പാർവതിയെക്കുറിച്ചാണെന്ന്. അമ്മ പറഞ്ഞോ? അത് കേട്ടിട്ട് ഞാനൊരിക്കലും പാർവതിയെ കുറ്റപ്പെടുത്തുകയോ വഴക്കോ പറയുകയോ ചെയ്യില്ല. ഇത് സത്യം. ഞാനെന്തിനാ പാർവതിയെ വഴക്ക് പറയുന്നത്? അമ്മ പറഞ്ഞോളൂ. ചേച്ചി, ഞങ്ങൾ ഇങ്ങനെ മുൾമുനെ നിർത്താതെ കാര്യം എന്താന്ന് വെച്ചാ പറയേ. പല്ലവി, യഥാർത്ഥത്തിൽ നീ ഗർഭിണിയാണോ? എന്നാൽ ഇവൾ ഗർഭിണിയല്ല. വിശാൽ, പല്ലവി പ്രഗ്നന്റ് അല്ലാന്ന്. ഇവൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ വിപിനെ വിവാഹം കഴിച്ചത്. നീ വിചാരിക്കുന്നത് പോലെ സ്വത്ത് തട്ടിയെടുക്കാനൊന്നുമല്ല പല്ലവി കള്ളത്തരം കാണിച്ചത്. ഇവൾക്ക് വിപിനെ വലിയ ഇഷ്ടമായിരുന്നു. പിരിയാൻ പറ്റാത്തത്ര തരത്തിലുള്ള ഒരിഷ്ടം. അതുകൊണ്ട് ഇവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പല്ലവി കള്ളം പറഞ്ഞ് ഈ കല്യാണം നടത്തിയത്. എടാ, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്വയം ബോധ്യമുണ്ടായിരുന്ന നീ എന്തിനാന്ന് പല്ലവിയുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിച്ച് ഈ വിവാഹത്തിന് തയ്യാറായത്? എല്ലാ സത്യങ്ങളും നിനക്ക് അവിടെ വെച്ച് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്തിനും ഈ വിട്ടുവീഴ്ച ചെയ്തു? അതിന് നിന്നെ പ്രേരിപ്പിച്ച കാരണം എന്താണ്? ഞാനത് ചെയ്തത് പാർവതിക്ക് വേണ്ടിയാ. പല്ലവി പറയുന്നത് കള്ളമാണെന്ന് ഞാൻ അവിടെ വെച്ച് തെളിയിച്ച അവിടെ നാണം കിടന്നത് പാർവതിയായിരിക്കും. അനിയത്തി കാണിച്ച കള്ളത്തരത്തിന്റെ പേരില് എല്ലാവരും പാർവതിയെ വഴക്ക് പറയും. ഒപ്പം പല്ലവിയുടെ ഭാവി ജീവിതവും നശിക്കും. അങ്ങനെ സംഭവിച്ച അത്
പാർവതിക്ക് വലിയ വിഷമാവില്ലെന്ന് കരുതിയ ഞാൻ ആ പഴി സ്വയം ഏറ്റെടുത്തത്. എടാ, നീ ചെയ്തത് വലിയൊരു ത്യാഗം. നിന്റെ ഈ നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ മോനെ. ഈ നിമിഷം വരെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. എന്റെ കണ്ണിൽ പല്ലവിയെ ചതിച്ചിട്ട് ജാസ്മിനെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച ഒരു വിശ്വാസവഞ്ചകനായിരുന്നു നീ. ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. നീ എന്നോട് ക്ഷമിക്കണം. ഹേ, സാരമില്ല ഏട്ടാ. എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലെ സത്യം എല്ലാവരും അറിയുമെന്നും എൻ്റെ നിരപരാധിത്വം തെളിയുമെന്നും അന്ന് നിങ്ങളെല്ലാവരും എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോ അത് സംഭവിച്ചു. അല്ല, ഇതൊക്കെ കേട്ടിട്ടും പാർവതി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പല്ലവി ഗർഭിണിയല്ലായിരുന്നു എന്ന് പാർവതിക്ക് അറിയാമായിരുന്നു എന്ന്. അറിയാമായിരുന്നു. പാർവതിയാണ് പല്ലവിക്ക് ഇക്കാര്യത്തിൽ കൂട്ടുനിന്നത്. അതുകൊണ്ടാ പല്ലവിയെ പരിശോധിക്കാൻ വന്ന ദർശന ഡോക്ടറുടെ കാല് പിടിച്ച് പല്ലവി ഗർഭിണിയാണെന്ന് അവരെ കൊണ്ട് പാർവതി പറയിപ്പിച്ചത്. അല്ലേ പാർവതി? ഇതൊക്കെ അറിഞ്ഞിട്ടും പാർവതി എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പാർവതിയെ ഉള്ളു തുറന്ന് ഞാൻ വിശ്വസിച്ചിട്ട് ഇവരെന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചനയല്ലേ? മോനെ വിശാൽ, നിനക്കിപ്പോ തോന്നുന്നുണ്ടാവും നീ ജീവന തുല്യം വിശ്വസിച്ച പാർവതി നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചുവെന്ന്. അല്ലേ മോനെ? തോന്നും. അത് സ്വാഭാവികമാണ് മോനെ. പക്ഷേ ഇക്കാര്യത്തില് നീ ഇവളെ കുറ്റപ്പെടുത്തരുത്. അതാണ് മോനെ ആമുഖമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞത്. മോനെ, പാർവതി നിസ്സഹായാണ്. എടാ, പാർവതിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിയേ. അവൾക്ക് അവളുടെ അനിയത്തിയുടെ ജീവിതമല്ലേ പ്രധാനം. അതോടൊപ്പം ഈ കുടുംബത്തിന്റെ മാനവും സംരക്ഷിക്കണം. അപ്പൊ പിന്നെ ഇവൾ എന്ത് ചെയ്യാനാ? ഇവൾക്ക് മുമ്പില് അനിയത്തിയുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുക എന്ന മാർഗം മാത്രമേ ഉള്ളൂ. ഇവൾ ആ വഴിക്ക് ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പാർവതിയെ എടാ നീ വഴക്ക് പറയരുത് മോനെ. തെറ്റ് എന്റേതാണ്. കണ്ണടച്ച് വിശ്വസിച്ചു പോയി. അവനവന്റെ കാര്യം വരുമ്പോൾ
സ്നേഹവും വിശ്വാസവും ഒക്കെ മറന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. എടാ മോനെ, ഞാൻ പറഞ്ഞത് മറന്നോ? പാർവതി എന്തുകൊണ്ടാണ് ഇതൊക്കെ നിന്നിൽ നിന്നും മറച്ചു വെച്ചതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞതല്ലേ? ദേ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇത് ഇവിടെ ഇപ്പൊ കഴിഞ്ഞു. ഇതിന്റെ പേരില് നീയും പാർവതിയും തമ്മിലുള്ള ബന്ധത്തില് നോക്ക്, ഒരു വിള്ളലും ഉണ്ടാവരുത്. അതുപോലെ തന്നെ പല്ലവിക്ക് ഇനി ഗർഭിണിയാണെന്ന് അഭിനയിക്കുകയും വേണ്ട. അതിനൊരു തീർപ്പുണ്ടാക്കാൻ കൂടി വേണ്ടിയാ ഞാനിപ്പോ എല്ലാവരോടുമായിട്ട് ഇത് തുറന്നു പറഞ്ഞത്. വിശാൽ മോനെ, ഒരമ്മ എന്ന നിലയിൽ ഞാനിത് ചെയ്യണ്ടേ? വേണം. അല്ലെങ്കിലും അമ്മ എപ്പോ എന്ത് തീരുമാനം എടുത്താലും അത് ശരിയായിരിക്കും. ഇപ്പോ എല്ലാരോടും പറഞ്ഞതേ അത് നന്നായി. സത്യങ്ങളെ പുറത്തു വന്നല്ലോ.